ജന്തർ മന്ദറിലെ കാഴ്ചകൾക്ക് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള കാറ്റുകളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹവാ മഹലിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. 1799 മഹാരാജാ സവായ് പ്രതാപ് സിംഗ് പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം. നിരവധി ചെറിയ ജനാലകളും ബാൽക്കണികളോടും കൂടിയ 5 നിലകളുള്ള ഈ കൊട്ടാരം രൂപകൽപ്പന ചെയ്തത് ഉസ്താദ് ലാൽ ചന്ദാണ്. ോളം ജറോഖകൾ എന്നറിയപ്പെടുന്ന തേൻകൂട്ടിലെ അറകൾ പോലെ ക്രമീകരിച്ചിട്ടുള്ള ജനാലകളുള്ളതിനാലാണ് ഈ കൊട്ടാരത്തിന് ഹവാമഹൽ എന്ന പേര് ലഭിച്ചത്. പ്രകൃതിദത്ത വായുസഞ്ചാരം സുഗമമാക്കാനും വേനൽക്കാലത്ത് കൊട്ടാരത്തിനുൾവശം തണുപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് പുറത്തുള്ള തെരുവുകളിലെ കാഴ്ചകൾ കാണുന്നതിനു വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതാണ് ഈ ഘടന. അടിത്തറയില്ലാതെ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായും ഈ ഹവാ മഹലിൻ്റെ ഭാഗം അറിയപ്പെടുന്നുണ്ട്. പിരമിഡ് ആകൃതിയിൽ പണിത ഈ ഹവാ മഹൽ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിച്ചിട്ടുള്ളതാണത്രേ. കൊട്ടാരഘടന ഭഗവാന്റെ കിരീടത്തോട് സാമ്യമുള്ളതിനാലാണ് ഇതെന്ന് പറയപ്പെടുന്നു. ഇടുങ്ങിയതും പരസ്പരം ബന്ധിപ്പിച്ചതുമായ ഇടനാഴികളിലൂടെ ചെറിയ മുറികളിലൂടെയും ഞങ്ങൾ കാഴ്ചകൾ കണ്ടു നടന്നു. ഒരു വിശാലമായ മുറ്റവും ശരത്കാല ആഘോഷങ്ങൾക്കായി ചരിത്രപരമായി ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്ന ഒരു ജലധാരയും ഉൾക്കൊള്ളുന്നതാണ് ഇതിൻ്റെ താഴത്തെ നില. പ്രധാന മുറ്റത്തു നിന്നും മാറി ഒരു മ്യൂസിയം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രജപുത്ര സംസ്കാരത്തെ കാണിക്കുന്ന മിനിയേച്ചർ പെയിന്റിങ്ങുകൾ, പഴയ വാളുകൾ, ആയുധങ്ങൾ, പുരാവസ്തുക്കൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചുവപ്പ്, പിങ്ക് നിറത്തിലുള്ള മണൽക്കല്ലിൽ തീർത്ത ഈ കൊട്ടാരം രജപുത്ര വാസ്തുവിദ്യയുടെയും ഇസ്ലാമിക മുഗൾ വാസ്തുവിദ്യയുടെയും സംയോജനത്തിന്റെ പ്രതിഫലനമാണ്. ഹവാമഹലിന്റെ മുകളിലത്തെ 2 നിലകളിലേക്ക് റാമ്പുകൾ വഴി മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. ഇവിടെ നിന്നും സിറ്റി പാലസ്, ജന്തർ മന്ദർ, തിരക്കേറിയ ജഹാരി ബസാർ എന്നിവയുടെയെല്ലാം മനോഹരമായ നഗര കാഴ്ചകൾ ആസ്വദിക്കാനാകും. രാജസ്ഥാൻ സർക്കാരിന്റെ പുരാവസ്തു വകുപ്പാണ് മഹലിന്റെ പരിപാലനം ഏറ്റെടുത്ത് നടത്തുന്നത്. ഒരു കൊട്ടാരം എന്നതിലുപരി ഹവാ മഹൽ ഒരു സാംസ്കാരികവും വാസ്തുവിദ്യ അത്ഭുതവുമാണ്. വൈകിട്ട് 5:30 ജയ്പൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നായ ഹവാ മഹലിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങി. തൊട്ടടുത്ത് തന്നെയുള്ള ജൽ മഹലിലേക്കാണ് ഞങ്ങൾക്ക് അടുത്തതായി പോകേണ്ടത്. വിശാലമായ ഒരു തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി തോന്നുന്ന ഈ ജൽമഹലിൻ്റെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ്.